വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഭയങ്കരമായ പരാതികൾക്ക് ശേഷം, അതായത് ഞാൻ ഇവിടുന്ന് പല സ്ഥലങ്ങളിലായിട്ട് ട്രിപ്പ് പോയി. ഒരു 2 മാസമായിട്ട് അല്ലേ, 2 മാസമല്ലേ, 2 മാസമായിട്ട് ഞാൻ ട്രിപ്പ് പോയി. അതായത് സ്കൂൾ വെക്കേഷന് ശേഷം, പെരുന്നാൾക്ക് ശേഷം തുടങ്ങിയ ട്രിപ്പാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒമാനിൽ പോയി, പിന്നെ ദുബായി പോയി, പിന്നെ അവിടുന്ന് കസാഖിസ്ഥാൻ പോയി, വീണ്ടും ദുബായിൽ വന്നു. പിന്നെ ദുബായിൽ നിന്ന് നേരെ ജോർജിയയിൽ പോയി, ജോർജിയിൽ നിന്ന് വീണ്ടും ദുബായിൽ നിന്ന് പിന്നെ നാട്ടിൽ വന്ന്. പിന്നെ നാട്ടിൽ വന്ന് എത്ര ദിവസം വന്ന് 4 ദിവസം എന്നതിന് ശേഷം ഞാൻ വീണ്ടും ഇവിടുന്ന് ഒമാനിൽ പോയി, പിന്നെ ഈജിപ്ത് പോയി അല്ലേ, പിന്നെ ഈജിപ്ത് നേരെ തിരിച്ച് നാട്ടിലേക്കും വന്ന്. അപ്പോൾ ഇത്രയും യാത്രകൾ ഞാൻ പോയ സമയങ്ങളിലെല്ലാം എൻ്റെ കമൻറ്റ് ബോക്സുകളിൽ വന്ന് അതിരൂക്ഷമായ വിമർശനങ്ങളാണ് പലരും നടത്തിയിട്ടുള്ളതെന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ എല്ലാ വിമർശനം എന്താണെന്ന് വെച്ചാൽ, നശ്വനെ കൊണ്ടുപോയില്ല, നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് പോയാൽ മതിയോ, ഓക്കും പോകേണ്ടി വരൂലേ, അങ്ങനെയൊക്കെ പല പരാതികളും കേൾക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ, എന്നെ കൊണ്ടാത്തതിൻ്റെ പേരിൽ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതിൻ്റെ എല്ലാം പ്രതികാരം എന്നോണം നശ്വത് എന്നോട് പകരം വീട്ടാൻ പോവാണ്. ഒറ്റക്കൊരു സോളോ ട്രിപ്പ് അല്ലേ. അപ്പോൾ ഞാൻ വരുന്നതിൻ്റെ മുമ്പ് തന്നെ നശ്വ എന്ത് ചെയ്തു, ഇതിൻ്റെ പ്ലാനിങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തി ഞാൻ അറിയാതെ ഒരു സോളോ ട്രിപ്പ് സെറ്റാക്കിയിരിക്കുകയാണ്. അപ്പോൾ സോളോ ട്രിപ്പ് ഇന്ന് പോണീൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ഞങ്ങൾ രണ്ടാളും എന്ത് ചെയ്ത് നശ്വൻ്റെ വീട്ടിൽ പോയി അല്ലേ, ഉമ്മാനോട് ഉപ്പാനോടൊക്കെ കണ്ട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ പോന്നു. ഇന്നലെ രാത്രി ഇമ്മുൻ്റെ വക പത്തിരിയും കോഴിക്കറിയൊക്കെ ഉണ്ടാക്കി, ട്രിപ്പ് അല്ലേ എൻജോയ് ചെയ്തിട്ടെന്നുള്ള ലെവലിൽ പത്തിരിയും കോഴിക്കറിയൊക്കെ ഉണ്ടാക്കി. അതേപോലെ ഇന്നിപ്പോൾ രാവിലെ ഇതാ ഇമ്മു എന്തൊക്കെ ഉണ്ടാക്കി കൊടുത്തിരിക്കണം, ബോസിന് ട്രിപ്പ് പോവാണ്. അപ്പോൾ നശ്വതാ ട്രാവൽ ബാഗൊക്കെ കൊണ്ട് പോവാട്ടോ, എൻ്റെ ട്രാവൽ ബാഗൊക്കെ എടുത്തുകൊണ്ട് പോവാണ്. ഇത് പിടിച്ചാ, ഇതാണോ ഫുഡ്, അത് വണ്ണിലിട്ടടാ അല്ലെങ്കിൽ. അപ്പോൾ ഇതാ ഇമ്മു അതിൻ്റെ അടപ്പൊക്കെ തുറക്കണ്ടല്ലോ, അതെന്താണ്, ഓ നെയ്ച്ചോറും ചിക്കനും. ഇമ്മുൻ്റെ വക നെയ്ച്ചോറ്, 2 മുന്തിരി എടുക്കണ്ടേ, കൈ തട്ടാതെ മുന്തിരി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം ഈ 2 പേര് പോവും, എനിക്ക് ഇന്നല്ലേ ആയിക്കോട്ടെ. ഇപ്പം നമ്മൾ കൈയിട്ട ചോറൊക്കെ കേട്ടായിരുന്നു, അങ്ങനെയൊക്കെ ആയില്ലേ. അപ്പോൾ ഒറ്റയ്ക്ക് ട്രിപ്പൊക്കെ പോലെ തുടങ്ങിയപ്പോഴത്തേന് അപ്പം യശോക്ക് ഇതാ ഇമ്മ ചോറായി കൊടുത്തിട്ടുണ്ട്. എപ്പൊക്കെ ഉച്ചക്കൊക്കെ പോണ ഇന്നാനാ എന്നാ എത്തോടെ എന്നെത്തോ പൊട്ടത്തിയെ കുറച്ച് ലോകം ഇജ്ജ് അവിടെ നിന്ന് ഞാൻ ഇരുട്ടത്തേക്ക് കയറാം, ഈ സൈഡിലേക്ക് എന്നെത്തോ ചോദിച്ചുമ്പോൾ ഒരാഴ്ച കഴിയുന്നൊക്കെ പറയണ്ടേ. അവിടെ നിന്നാലും വിളിച്ചിട്ടുണ്ടാവില്ല, ഇജ്ജ് ഈ മൂലൊക്കെ വെക്കണം, അപ്പോൾ എൻ്റെ മേത്തേക്ക് വിളിച്ചു വരുള്ളൂ. അപ്പം സുഹൃത്തുക്കളെ എപ്പോൾ വിളിച്ചല്ലേ. അപ്പോൾ നെയ്ച്ചോറും ചിക്കനും, പക്ഷെ ഇതിങ്ങനെ വെച്ചാൽ എനിക്ക് നെയ്ച്ചോറും ചിക്കനും അവിടെ നിന്ന് തിന്നാൻ കിട്ടില്ല. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്ത് തരാം, എൻ്റെ ഇൻസ്റ്റലേഷൻ ടൈപ്പ് ഉണ്ട് ഇവിടെ, അത് വിറ്റി തരാം കേട്ടോ. ഇതിലോ ഇനിയിപ്പോൾ എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ എന്താണെന്ന് ചോദിച്ചാലേ, എൻ്റെ സംഭവങ്ങൾ ഫുള്ള് ഇനി കിട്ടണമെങ്കിൽ ഓരോ കോൾ ഞാൻ വിളിക്കേണ്ടി വരും. മിക്കവാറും ആ ഒരു അവസ്ഥയ്ക്കാണ് പോണത്. കാരണം പണ്ട് ഞാൻ വെച്ച് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഓള വരവോടുകൂടി അതൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു. അവിടെ അത് ഇടാൻ പറ്റൂല, ഇവിടെ അത് ഇടാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞാണ്ട് കുറേ സംഭവങ്ങൾ ഞാൻ ഒന്നും പറയണില്ല. ഈ പോകാൻ നേരത്ത് ഇനിയിപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഞാനേ കാരണം ഇടങ്ങാറാകുക. അപ്പം എൻ്റെ പാൻറ്റ് ഈ കളറാണ്, അപ്പം ഞാൻ അത് ചുറ്റി തരട്ടെ എനിക്ക്, അല്ലെങ്കിൽ തിന്നാൻ കിട്ടൂല. എന്താ ട്രിപ്പ് പോയിട്ട് എന്തെങ്കിലും പറയാനുള്ളത്? അതായത് അന്നെ സങ്കടമുണ്ട്, അന്നെ കൊണ്ടുപോകാതെ ഞാൻ പോയി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായി. ഓലോട് എന്താ എനിക്ക് പറയല്ലേ? ഇഷ്ടല്ല. പിന്നെ പിന്നെന്താ പറയുക, എങ്ങനെ അതെ. അപ്പോൾ സുഹൃത്തുക്കളെ, നശ്വനെ കൊണ്ടുപോയില്ല നിങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? എന്താ നശ്വനെ പറയട്ടെ, എന്താണ്? യൂണിവേഴ്സിറ്റി എക്സാം ഉള്ളതിനാൽ നശ്വനെ കൊണ്ടുപോയില്ല. കുറേ ആൾക്കാർ ഞാനെന്തോ തെറ്റ് ചെയ്തവരെയൊക്കെ നശ്വനെ കൊണ്ടുപോയത് ഇത് മോശമായി, നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് കിടന്നാൽ മതി, ഓക്കും ഉണ്ടാവില്ല പൂതി എന്നൊക്കെ. അപ്പോൾ ചുമ്മാ കൊണ്ടുപോകാൻ പൂതിയില്ലായിട്ടല്ല, അപ്പം ഇതുകൊണ്ടാണ് ഓളെ കൊണ്ടുപോകുന്നത് അല്ലേ. അപ്പം കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ഞാൻ കൊണ്ടുപോകാൻ ശ്രമിക്കും അല്ലേ. അതുതന്നെയാണ് നമ്മൾ ഈ ആഗ്രഹമൊക്കെ. പക്ഷേ എക്സാമിൽ ഒരാളെങ്ങനെയാണ് സുഹൃത്തുക്കളെ ട്രിപ്പിന് കൊണ്ടുപോകുക? നിങ്ങൾ പറഞ്ഞി ഒരു എക്സാമിന് തോറ്റാണ്ട് പിടിക്കുക, എന്നാൽ ആ കണ്ണീര് ഞാൻ കാണണം.
അപ്പോൾ ഓൾ എക്സാം ഇല്ലാണ്ടാണ് പോരാന്ന് കേട്ടോ. അപ്പം നശ്വ ഭയങ്കര സങ്കടത്തിലാണ്. ഞാൻ പറഞ്ഞ് സങ്കടപ്പെടണ്ട, ഓള് ഓൾറെഡി സങ്കടത്തിലാണ്. അപ്പം പിന്നെ ഞാനും കൂടി സങ്കടപ്പെട്ടുകൊണ്ട് ആകെപ്പാടെ സങ്കടപ്പെടാൻ കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞ് ഇത് തുറക്കാൻ ലോഡിങ്ങാറ് വിളിച്ചേണ്ടി വരുമോ? ഇന്ന് ഉച്ച തുറക്കണം മതി, എത്ര ഇതാക്കിയാൽ മതിയോ? ഗൾഫിക്കൊക്കെ പോണാരി ഭയങ്കര ഇതാക്കിയിട്ട് ഇന്ന് ഉച്ചക്ക് തന്നെ എത്തണേ. ഏത് കൺട്രിക്കാ പറ്റി പോണ്? ഇന്റർനാഷണലാ ഡൊമസ്റ്റിക്കാ? ഡൊമസ്റ്റിക് ട്രിപ്പാണ്. ഓ ഇവിടെ 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 കൊണ്ട് ഇതൊരു ചുറ്റിട്ടാൽ മതി. ഇങ്ങനെ തിരിച്ചാ പോരാ? ഞാനൊക്കെ നാട്ടിൽ പിരിച്ചല്. ഇത് മറ്റേ ഊരാക്കുടുക്ക ഇടണം കേട്ടോ. തിമ്മ പിടിച്ചാൽ വലിച്ചാൽ ഇതെടുത്ത് തുറക്കും, അറിയില്ലേ? മേലെ തന്നെ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എത്തതില് ഞാനറിയാതെ ഒരു 5-6 കിലോ 7 കിലോ വരെ പോവും. 7 കിലോൻ്റെ മേലൊക്കെ പ്രശ്നമുള്ളൂ. ഇത് മൊയ്സ്കാൻ്റെ ബാഗ്. മൊയ്സ്ക വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ വാടക വളർത്തുനിന്ന് വാങ്ങാം. സാഹചര്യങ്ങളിൽ ട്രിപ്പ് കൊണ്ടുപോകേണ്ടി വന്നു. അപ്പോൾ മൊയ്സ്ക വാടക നിങ്ങൾ തന്നെ വാങ്ങാം. റെൻറ്റ് അത് ഞാൻ തന്നെ. ഇതെന്താ ബുക്കല്ലേ? ഓ ബുക്ക് തീരെ ട്രിപ്പിനോട്. ഓ ട്രിപ്പ് പോകുമ്പോഴും പഠിക്കണ ഒരാൾ അത്ഭുതപ്പെട്ടു. ചെറിയ കിട്ടുള്ളൂ പോരെ പോലെ. ഇനി എടുക്കണ്ടോ? ഇതാ ചാർജറാ? തരതാ ഇത് ഞാൻ വാങ്ങി തന്ന. ഓ മഹർ ബോക്സിൽ ഉണ്ടായിരുന്നു പറയാം. ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ? എങ്ങനെ തുറക്കുക? വലിച്ചരാ? നല്ല വേണം. ഇത് ഇതിക്കട്ടെ? ഓക്കെ ഓക്കെ അത് ഇടാം. ഫോണ് ചാർജർ ഇനിയോ ഇതുകൊണ്ടാ. സുഹൃത്തുക്കളെ ഇതെന്താ സാധനം മനസ്സിലായോ? ഇതാണ് തായ് ഇൻഹേലർ കേട്ടോ. ഞാൻ തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്ന ഹെർബൽ ഇൻഹേലറാണ്. എന്നിട്ട് വലിച്ചാൽ അതായത് എന്ത് അസുഖം ഉണ്ടെങ്കിലും പമ്പ അടക്കും. നാള് നമ്മൾ ദുബായിൽ നിന്ന് പോയപ്പം ഞാൻ അത് കൊണ്ടുപോയി. കൈയൊടിഞ്ഞ ഒരാൾ ഇതൊരു വലിച്ചിട്ട് കൈയ്യടി ശരിയായി. അതായത് അത്രയും ആ ലെവലിലാണ് ഇതിന് പ്രൊമോഷൻ കൊടുക്കണേ നമ്മൾ. പോരി ഞങ്ങൾ പോകുന്നു. അയച്ചോ അയച്ചോ മേ ഓ അപ്പം സോളോ ട്രിപ്പ് മറ്റേ വൈബാണ്. പോണ വൈക്ക് കുക്കൊക്കെ ചെയ്ത് ബൈക്ക് നിർത്തി കുക്കൊക്കെ ചെയ്ത് ആ ലെവലാണ് അല്ലേ? ഫുൾ സങ്കടം. എന്താ കണ്ണീരൊന്നും വരാത്ത? ഓൾ ദ ബെസ്റ്റ്. ട്രിപ്പൊക്കെ അടിച്ചു പൊളിച്ച് വരാം. ഓക്കെ. സങ്കടമുണ്ട്. എന്തെങ്കിലും അഡ്വൈസുകൾ തരാണ്ടോ? റൂം ഞാൻ പൊന്നുപോലെ വേറെ എന്തെങ്കിലും അഡ്വൈസ് ഉണ്ടോ? ആന കരിമ്പങ്കാട്ട് കയറിയ മാതിരി കാക്കരുത് കേട്ടോ. ഷർട്ടൊക്കെ ഞാൻ പറഞ്ഞ മാതിരി തന്നെ എടുക്കണം. വലിച്ചിട്ട് എടുക്കരുത്. പാന്റും ശീലമില്ലാത്ത കാര്യങ്ങളാണ്. ട്രൈ ചെയ്യാം. പറയ് എന്താണ് എന്താ കുട്ടിക്ക് അറിയണ്ടേ? ആശിക്കാക്കനെ കൊണ്ടേക്കാൻ പോവാ. ഓളെ പറഞ്ഞേക്കല്ലേ നമുക്ക്? ഓളെ ഇങ്ങോട്ട് കൊണ്ടുവരണോ? വേണ്ടല്ലോ. ആട്ടി വിടുക അല്ലേ? ആൻറ്റി പോവാണ്. ആൻറ്റി പോയി വിളിച്ചിടുന്ന കാശിക്ക് വിളിച്ചിട്ടുണ്ടാക്കി.
വേഗം വരാൻ പറയും, ഉറക്കം വിളിച്ചു പറയും. ഇപ്പം ഞാൻ ഈജിപ്തിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്ന ഡ്രസ്സാട്ടോ. ഇങ്ങോട്ട് നോക്കേ, ആന്റി പോവാണ്. കശികാക്കാനെ ഇനിയിപ്പോ ആരാ കശികാക്കാനെ നോക്ക ആന്റി പോയാല്? കശികാക്കാനെ ആത്തിരി വരുമ്പോ വാതിലൊക്കെ ആരാ തുറന്നു നോക്കുക? എന്റെ കുട്ടി. അപ്പൊ ആന്റിന്റെ കശികാക്കാണ് വാതില് തുറന്നു കൊടുക്കേണ്ടി വരുമ്പോ ആന്റിന്റെ കശി. അവണ്ട് ആന്റി പോവാണ്. ഇതിന്റെ ചുച്ചുമല്ലരാണ് കേട്ടോ. ഇതിന്റെ കുട്ടിയാണ്. ഇന്റെ ചുച്ചുമല്ലരാണ്. എന്റെ കുട്ടിയാണ്. ഇതെന്താ നീ ഫോട്ടോ എടുക്കണേ? നോക്കട്ടെ, ഫോട്ടോ നോക്കട്ടെ, എടുത്ത ഫോട്ടോ നോക്കട്ടെ. ഓ അടിപൊളി ഫോട്ടോ. കൈയുണ്ടാ? അത് സ്പ്രേ. വണ്ടിയൊക്കെ കേകി. ആ ബസ് ബുക്ക് ചെയ്തേക്കണ്, KSRTC ബുക്ക് ചെയ്തേക്കണ്. ആ വരുമ്പോ ഡിപ്പോന്ന് നമ്മള് പോവാട്ടോ. യാത്ര പറയുന്നു. പോലെ പോലെ സാറിന് എല്ലായിടത്തേക്കും പോകുമ്പോണ്ടല്ലോ ഒരാൾ വെറുതെ ഇങ്ങനെ അർജൻറ്റ് വിട്ടണ ആളട്ടെ. ഞാൻ സമയമില്ലട്ടോ, വേഗം വരി. ഏത് പാസ്പോർട്ടൊക്കെ എടുത്തില്ലേ? പാസ്പോർട്ടൊക്കെ എടുത്തില്ലേ? എടുത്തില്ലേ? ഇത് എടാ ഡിക്കറന്ന വേണ്ടില്ലേ? ഒറ്റ ബാഗ് മതി, ഇത്രയും ദിവസത്തിനല്ലേ? കീ ആക്കണം ആദ്യമേ. വേറെന്താ? ഹാപ്പി അല്ലേ? ട്രിപ്പ് പോണ സന്തോഷത്തിലല്ലേ? നിന്നെ കൊണ്ടാവാതെ ഒറ്റക്ക് ഓള് പോവാണ്. നിങ്ങളും അലിയാക്കാനോടും താത്താനോടൊക്കെ യാത്ര പറയണം. പോരട്ടോ അലിയാക്ക? യാത്ര പറച്ചിലുകൾ. ആറ് മണിക്കോട് കേൾക്കാൻ തുടങ്ങിയിട്ട് 10 മണിക്കാണ് കയറുന്നത്. ഉള്ളും പുറമൊക്കെ കേകി. അപ്പൊ ഋതു അതിനോളെ തുണക്കാരൻ കേട്ടോ, ഞാനില്ലാത്ത കാലത്ത്. ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകാനൊക്കെ അല്ലേ? സമയം എത്രയായി? 40 കറക്റ്റാ. മൂത്താപ്പ അങ്ങോട്ട് പോയി. മൂത്താപ്പ മൂത്താപ്പ വാ. മൂത്താപ്പ അങ്ങോട്ട് പോകണണ്ടി. തൊടു കയറി പോകുന്നുണ്ടോ മൂത്താപ്പ? ആ മേലുണ്ട്. ആ
മൂത്താപ്പാൻ്റെ കൃഷികളാട്ടോ, കൃഷികൾ. പക്ഷെ ഇടയ്ക്ക് ആനയും പന്നിയും വന്നുകൊണ്ട് ഫുള്ള് കേടരുത്തും, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. കൃഷി നമ്മളുണ്ടാക്കും, എന്നിട്ട് കഴിയുമ്പോൾ കായ് വരുന്ന സമയത്ത് ആനയും പന്നിയും വരും, അതാണൊരു പ്രശ്നം. യാത്ര പറയാൻ വാഴത്തോട്ടത്തിൽ കൂടെ. മുത്താപ്പാനോട് യാത്ര പറയാട്ടോ. ഇതൊക്കെ മൂത്താപ്പ പാല കെട്ടി വെച്ചിക്ക. ആ അതിലുണ്ട് ആണടി, ഇജ്ജ് വരുമ്പോത്തിന് ആയിക്കോളും. വരുമ്പോത്തിന് ഞങ്ങൾ നിന്നുണ്ട് കേട്ടോ. പോലെ പോരട്ടോ എന്താ ഹലോ അസ്സലാമലൈക്കും. ഹലോ അസ്സലാമലൈക്കും. ആകെ യാത്ര കുറച്ചില്ല, ഇറങ്ങാൻ നിക്കമ്മ, വരാൻ പോവല്ലേ യാത്ര കണ്ടിട്ട്. ഇല്ല പരിന്ന് ഇറങ്ങാണ്. പോയിട്ടില്ല, ഞങ്ങൾക്ക് വണ്ടി കയറിയിട്ട് വിളിച്ചാ വിചാരിച്ചത്. ഇപ്പൊ ഇവിടെ ഞാൻ അപ്പൊക്കെ വിളിച്ചോക്കാം. അവളെ പറഞ്ഞേക്കാണേ. പോയരട്ടെ. അസ്സലാമലൈക്കും. മാമ പോയരട്ടോ. മാമാനോട് യാത്ര ചെയ്യാൻ പോകട്ടോ. നിങ്ങള് ട്രിപ്പ് വരി, ഞങ്ങളെ കുത്തിക്കൊള്ളിച്ചിട്ട് നമുക്ക് അട്ടിക്കണ. ചാച്ചാ ഉമ്മ ഇമ്മ പോയരട്ടോ. അസ്സലാമലൈക്കും. പോലെ മൂത്താപ്പാ എന്താ വാച്ച് അനത്തെ. ഓ ഗിഫ്റ്റ് കിട്ടിയില്ലേ. മാമ പോയരട്ടോ. അതെന്താ ഓ യാത്ര മധ്യ കഴിക്കാൻ പാടട്ടെ. പോയരട്ടെ. അസ്സലാമലൈക്കും. എൻ്റെ അടുത്തുണ്ട് പോയരുതാ. കുഴപ്പമില്ല അമ്മ, അതൊക്കെ അവിടെ തോന്നിട്ട് പോത്തോളൂ. അവിടേക്ക് വേഗം പോയിക്കോ, ചൂട് അല്ലേ. ഏത് പച്ചപ്പഴം വേഗം പഴുത്തിട്ടു. അപ്പൊ ഗൈസ് അപ്പൊ നമ്മള് പോവാട്ടോ. അപ്പോ അപ്പം നമ്മൾ പോവാട്ടോ. വിശ്വനെ യാത്രയാക്കാൻ പോവാണ്. പലതരം പ്രതികാരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ എന്താ സത്യത്തിൽ അവസ്ഥ വെച്ചാൽ, ഞാൻ ഉണ്ടാകുമ്പോൾ നഷ്വ ഉണ്ടാവില്ല, നഷ്വ ഉണ്ടാകുമ്പോൾ ഞാൻ ഉണ്ടാവില്ല. മറ്റേ പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പഴഞ്ചൊല്ലല്ല ഇങ്ങനെ പറയും നമ്മൾ, ഐസ് ഉണ്ടാകുമ്പോൾ പൈസ ഉണ്ടാവില്ല, പൈസ ഉണ്ടാകുമ്പോൾ ഐസ് ഉണ്ടാവില്ല, ഐസും പൈസയും ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു എന്തോ പറയലില്ലേ. അങ്ങനെ എന്തോ പറയലുണ്ട്. അതേപോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ ട്രിപ്പ് പോകുമ്പോൾ നഷ്വ ഉണ്ടാവും, നഷ്വ ട്രിപ്പ് പോകുമ്പോൾ ഞാൻ അവിടെ. അപ്പോൾ ഇമ്മൂന് സത്യം പറഞ്ഞാൽ നമ്മളെ ഒരുമിച്ചൊന്ന് കാണാൻ പൂതിയൊക്കെയാണ് പറഞ്ഞത്. കുറേ ദിവസമായി അല്ലേ. കുഴപ്പമില്ല, ഇനിയിപ്പോൾ കഴിഞ്ഞില്ലേ. എൻ്റെ ഈ ട്രിപ്പും കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഞാനിവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. അടുത്ത ട്രിപ്പ് അതായിക്കോട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ, നശ്വനെ ട്രിപ്പ് കൊണ്ടുപോകാത്തിരുന്നതിൻ്റെ കാരണം ഇതാണ്.
നശ്വ ഒറ്റക്കൊരു സോളോ ട്രിപ്പ് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ആ ട്രിപ്പിന് എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ഒരു ട്രിപ്പാണ് നമ്മൾ പോണത്. അപ്പം നമുക്ക് എങ്ങനെയും കൊണ്ടുപോകാൻ വേറെ ഓപ്ഷൻ ഇല്ല. എല്ലാവരും പ്രാർത്ഥിക്കുക ഓളെ പരീക്ഷയൊക്കെ ഉഷാറാൻ വേണ്ടി. സംഭവം പഠിക്കണമെന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും പ്രാർത്ഥിക്കാം. ഇനിയിപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ പരീക്ഷ ഇറങ്ങാറാണ്ട. ഞാനൊക്കെ ഇന്ന് മുതൽ മുട്ടിപ്പായിരിക്കുക കേട്ടോ, പായിന്നാണ് നീശൂല. ഞാനാകെ സങ്കടത്തിലിരിക്കണേ ഈ ട്രിപ്പ് പോരാ. ഞാൻ പ്രാർത്ഥന ധ്യാനത്തിലായിരിക്കും എൻ്റെ എക്സാം ഒക്കെ റെഡി ആവാൻ വേണ്ടിട്ട് സുഖം വേണ്ടി. അതായത് കോഴിക്കോട് ധ്യാനിക്കുമ്പോൾ ഒരു സുഖം എന്താ വെച്ചാല്, പിന്നെ അതായത് കോഴിക്കോട് എന്ന് പറഞ്ഞാല് ആ ഒക്കെ വരും, ഒക്കെ സർപ്രൈസ് അല്ലേ, സർപ്രൈസ് ഒക്കെ പറയാൻ പറ്റുമോ? കോഴിക്കോട് നിന്ന് ധ്യാനിക്കുമ്പോൾ ഒരു സുഖം എന്തായാലും പടച്ചോ പെട്ടെന്ന് കയറും. അതായത് നമ്മളിപ്പോ ഈ ബോർഡർ, നമ്മളിവിടെ ബോർഡറിലാണ്. നമുക്കിപ്പോൾ ഇത് വൈക്കടവ് കഴിഞ്ഞ് നാടുകാണി കയറിയ തമിഴ്നാടായി. അതായത് കേരളത്തിൻ്റെ ഒരു അറ്റാണ് ശരിക്കും നമ്മള്, മനസ്സിലായോ? ഒരറ്റാണ് നമ്മള്. അപ്പം നമ്മൾ കുറച്ചുകൂടി അങ്ങോട്ട് പോയി പറഞ്ഞാൽ, അതായത് കോഴിക്കോട് ആകുമ്പോൾ എല്ലായിടത്തും നിന്ന് ആക്സസ് കിട്ടും. അപ്പം അവിടുന്ന് പറയുമ്പോൾ ഒന്നുകൂടി. അപ്പം ഞാൻ നാളെ മുതൽ കോഴിക്കോട് പോകും, എന്നിട്ട് അവിടെ ഇരിക്കും. പോരെ? അപ്പോൾ ഗൈസ് 2 മാസത്തിന് ട്രിപ്പുകളൊക്കെ ബാൻ ചെയ്തിരിക്കുകയാണ് കമ്പനി. അപ്പോൾ നമ്മൾ ഒരു സ്പെഷ്യൽ അപേക്ഷ വെക്കുന്നുണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ലീവ് കിട്ടുമെന്നുള്ളത്. അപ്പം ഏതായാലും കമ്പനി ഉടമസ്ഥൻ തന്നെ ഒരു ട്രിപ്പ് പോകാൻ ഒരുങ്ങിയ ഒരു സാഹചര്യത്തിൽ എൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഞാൻ തരുന്നു. സാമ്പത്തികപരമായിട്ടല്ലാത്ത എല്ലാവിധ സപ്പോർട്ടും സുഹൃത്തുക്കളെ ഞാൻ ഈ യാത്രക്ക് കൊടുക്കാൻ പോവുകയാണ്. അപ്പോ ഫുൾ പ്രാർത്ഥനകൾ എൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മളൊരു യാത്രൻ്റെ ഒരു ഇത് കേട്ടോ. അപ്പോൾ ഗായ്സ് നമുക്ക് ഈ കുറച്ച് ദിവസങ്ങളിൽ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. എന്താ ഇജ്ജ് പോയാലോളം എനിക്ക് കയ്യിലും പോവാം. അപ്പോൾ ചക്കന്മാരൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഞാനൊക്കെ പരിപാടിയിലാണ്. അപ്പം എല്ലാവരെയും ഒന്ന് പോയി കാണണം. ഞാൻ കുറേ ദിവസമായിട്ട് ഇവിടെ അല്ലോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ സത്യം പറഞ്ഞാൽ ഞാനൊരു ട്രിപ്പ് പോവുകയും ചെയ്ത് എല്ലാവരും ഇവിടെ നാട്ടിലുള്ള സമയമാവുകയും ചെയ്തു. അതാണ് ഇപ്പം ഉണ്ടായത്. അതായത് അർഷുണ്ട്, അസറുണ്ട്, എല്ലാവരും ഉണ്ട്. ഞാനാണെങ്കിൽ ഇവിടെ ഉണ്ടായതുമില്ല. അപ്പം കുറച്ച് ദിവസം മിസ്സായി. ഇനി പോലൊക്കെ പോകുന്നതിൻ്റെ മുമ്പ് കുറച്ച് ദിവസം നമുക്ക് എല്ലാവർക്കും ഒന്ന് കൂടണം, കാര്യങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. അത് ഇൻഷാ അല്ലാ. അസർ ഇപ്പോൾ തിരക്കിലാണ്. ഇപ്പോൾ ബെയ്റൂട്ടിൻ്റെ എക്സ്പോ നടക്കുകയാണ്. അപ്പോൾ MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ കണ്ണൂർ കഴിഞ്ഞ് ഇന്നിപ്പോൾ കോഴിക്കോട് നടക്കുകയാണ്. ഇനിയിപ്പോൾ വരുന്നുണ്ട് അവിടെ. ഇനിയിപ്പോൾ എവിടെയൊക്കെ പറഞ്ഞത് ഒന്ന് തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. അപ്പോൾ ഡേറ്റൊക്കെ ബെയ്റൂട്ടിൻ്റെ പേജിൽ വരിക കേട്ടോ. അപ്പം താല്പര്യപ്പെടുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, ആ എക്സ്പോയിൽ പോയി കണ്ട് പങ്കെടുക്കുക. പിന്നെ അതായത് അബ്രോഡ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണം കാര്യങ്ങൾ എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പരിപാടിയിൽ പോയാൽ എല്ലാ സംശയങ്ങളും തീർത്ത് നിങ്ങൾക്ക് എന്ത് ഓപ്ഷനാണ് നല്ലതെന്നൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബെയ്റൂട്ടിൻ്റെ എക്സ്പോ ട്രിവാൻഡ്രം നടക്കുന്നുണ്ട്. പിന്നെ വേറെ ഏതൊരു സ്ഥലത്തും കൂടി എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടണില്ല. അപ്പോൾ അസുറ അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് അവരൊക്കെ ഫ്രീ ആവും. അപ്പോൾ നമ്മളെല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്ലാൻ ആക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഞാനും തന്നെ പരിപാടിൻ്റെ തിരക്കിലാണ്. ചെക്കന്മാരെല്ലാവരും ഓരോ പണിയിൽ. പിന്നെ നമ്മളെ കൂട്ടത്തിൽ എല്ലാവരും ക്യാമറ ഫീൽഡിൽ ആൾക്കാരെ വേണ്ടി കല്യാണ സീസൺ ആണല്ലോ. അപ്പോൾ എല്ലാവരും കല്യാണത്തിൻ്റെ തിരക്കിലും കാര്യങ്ങളിലൊക്കെയാണ്. എനിക്കും തന്നെ ഓലെ കാണാൻ, എല്ലാവരും ഒന്ന് ഒരുമിച്ച് കാണാൻ എനിക്കും തന്നെ നല്ല പൂതിയുണ്ട്. പിന്നെ ഓൽക്കൊക്കെ ഭയങ്കര അതായത് ഞാനും ഓലിപ്പോൾ ഈ 2 മാസമായിട്ട് മര്യാദയ്ക്ക് എനിക്ക് എല്ലാവരും ഒരുമിച്ചൊന്ന് കിട്ടിയിട്ടെന്നല്ല. കാരണം ഞാൻ പെരുന്നാളിന് ശേഷം ട്രിപ്പ് തുടങ്ങിയതാണ്. എന്നിട്ട് ഞാൻ അപ്പോഴാണ് ഫ്രീ ആണ്. അപ്പോൾ തന്നെ ഓൽക്കും തന്നെ എന്നെയും കിട്ടിയില്ല, എനിക്ക് ഓലും കിട്ടിയില്ല. അപ്പം എത്രയും പെട്ടെന്ന് എനിക്ക് എല്ലാവരും ചെക്കന്മാരെല്ലാവരും ഒന്ന് ഒരുമിച്ച് കിട്ടണം എന്നുണ്ട്. ഒരു പൂതിയുണ്ട്, കാണാൻ ഭയങ്കര പൂതിയുണ്ട്. ഞാനൊക്കെ ഇങ്ങനെ ഓരോ വൈക്ക് എല്ലാവരും തിരക്കിലാണ്. പക്ഷെ എന്നാലും നമുക്ക് എന്താ വെച്ചാൽ ആ ഒരു സമയം നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉള്ള ടൈമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇത്. അപ്പോൾ നെക്സ്റ്റ് പോവാണ്. അപ്പോൾ എൻ്റെ എല്ലാവിധ സപ്പോർട്ടുകളും ഈ യാത്രയ്ക്ക് ഞാൻ താങ്കൾക്ക് അർപ്പിക്കുകയാണ്. എൻ്റെ ഒപ്പം നമ്മൾ ഹാപ്പിയാണ്. അത് വേറെ ഹാപ്പി, അത് ഇത് ഓക്കെ. എല്ലാ ഹാപ്പിനെസ് നമ്മൾ ഒരേപോലെ അല്ലല്ലോ, അല്ലേ? വേറെ വേറെയാണ്. ഓക്കെ, നമ്മൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, എൻജോയ് ചെയ്യും. എൻ്റെ ഒപ്പം ആകുമ്പോൾ വേറെ രസം, ചെക്കന്മാരൊപ്പം ആകുമ്പോൾ വേറെ രസം, അല്ലേ? ഫാമിലി വൈബ് നമ്മളെ ഫ്രണ്ട്സ് വൈബ് പറയുന്നത് രണ്ടാണ്. അല്ല
അങ്ങനെയല്ല, ഇതൊക്കെ ഉണ്ടല്ലോ. ശുദ്ധമൊത്തല്ല എന്നുവെച്ചാല് ഒക്കെ അങ്ങനെയാണല്ലേ ജനുവരി ഫ്രണ്ട്സിന്റെ ഒപ്പം ആവുമ്പോ വേറെ രസം. ആണ് അല്ലേ. അപ്പൊ നമ്മൾ അതൊക്കെ ആ രീതിയിൽ നമ്മൾ ആസ്വദിക്കുക. ഫ്രണ്ട്സ് വൈബ്, ഫാമിലി വൈബ് അങ്ങനെയൊക്കെ. ഏതായാലും ഇൻഷാ അല്ലാ പെട്ടെന്ന് തിരുമ്പി വരും മക്കളെ. ഓക്കെ, ഇതിലൊരു 2 ഡ്രസ് എന്തുണ്ടെങ്കിലും അതല്ല, വിളിക്കാം. 2 ഡ്രസ് അവിടെ തിരുമ്പാണ്ട് തിരുമ്പി എവിടെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം കേട്ടോ. എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ഇല്ലതൊക്കെ കൊണ്ടുപോവല്ലേ. ഫുൾ എടുത്തോ, അതിലെത്ര ഉണ്ട്? ഫുൾ എടുത്തോന്നൊക്കെ പറഞ്ഞാൽ ലക്ഷക്കണക്കിന്. ധൈര്യത്തിൽ പറഞ്ഞു ഫുൾ എടുത്തോ. ഇല്ലൊക്കെ എടുത്തോ, ഇനിയൊന്നും ബാക്കി നോക്കണ്ട. റിച്ച് ആയിട്ടോ, ഇതിനുള്ളൊരു 20 രൂപ ഒളിഞ്ഞെടുക്കുന്നുണ്ട്. പൈസയിലില്ല, പൈസ ഫുൾ എടുത്തോണ്ട് പോകണം. നശ്വ പോയി, പോകുന്നു. നശ്വ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടോ, സോളോ ട്രിപ്പ്. നശ്വ പോയിട്ടോ, പാവുണ്ട്, ആകെ സങ്കടത്തിലാണ് പോയിക്കണത്. അപ്പം ഓള് ട്രിപ്പ് പോയതെന്നല്ല, എക്സാമിന് പോയതാണ് കേട്ടോ. അപ്പം ഞാൻ ട്രിപ്പ് പോയപ്പോൾ കൊണ്ടുപോയതും അതുകൊണ്ടാണ്. ഓക്കെ, എക്സാമാണ് ഈ മാസം 20 എത്രാം തീയതി മുതൽ എക്സാം ഉണ്ട്. അപ്പോൾ എക്സാമിന് പോയതാട്ടോ ബോസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ട്രിപ്പ് പോയപ്പോഴൊന്നും എങ്ങോട്ടുള്ള കൊണ്ടുപോകാനൊന്നും പറ്റാതെ വന്നത്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാ ഓളെ എക്സാമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ പോകാൻ പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ പോകണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പം എക്സാമിന് ഒന്നും പഠിച്ചിട്ടൊന്നുമില്ലെങ്കിലും ഫുൾ കോൺഫിഡൻസിലാണ് പോയിക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറാ കയറ്റി പോകാമെന്നൊക്കെ പറഞ്ഞിരിക്കണേ. അപ്പോൾ പിന്നെന്താ വെച്ചാൽ എനിക്ക് ഒരു 100 കൂട്ടം അഡ്വൈസുകൾ വന്നിട്ടാണ് പോയിക്കണത്. അപ്പോൾ സത്യം പറഞ്ഞാൽ പോയപ്പോൾ ആകെ സങ്കടമായിട്ടോ. എന്താ വെച്ചാൽ ഇപ്പം നമുക്ക് അതായത് ഓളെന്താ വെച്ചാൽ ഭയങ്കര ഒരു അസറും നാളെ അമ്പിളിനോട് പറഞ്ഞാൽ നമ്മളിപ്പോൾ അമ്പിളിയുണ്ട് കേട്ടോ. അപ്പോൾ അമ്പിളി ഇന്നാൾ ഞങ്ങൾ കണ്ണൂർ പോയപ്പോൾ ഒരു കാറുകാരെ റോങ് സൈഡ് കയറി വന്ന്. അപ്പോൾ അസറു വണ്ടി പറഞ്ഞ് എവിടേക്കാണ് കുതിര വരുന്നത് വെച്ച്. അതിന് അമ്പിളി ബാക്കെന്ന് വെച്ച് അസറുക്ക് അവിടെ കുതിര വെച്ച്. അപ്പോൾ ഈ അസറ് അമ്പിളിനോട് പറഞ്ഞ അമ്പിളി അയച്ച് പാവായിക്കോ, പക്ഷെ ഇങ്ങനെ പാവായിരുന്നിട്ട് പറഞ്ഞു. അപ്പോൾ അതേമാതിരി ഭയങ്കര പാവാണ് ബോസ്. അതായത് എന്താ അതിന് പറയല് സെൻസിറ്റീവോ, അതായത് ചെറിയ കാര്യം മതി അപ്പോൾ പെട്ടെന്ന് ഭയങ്കര സങ്കടം വരും. അപ്പം ഇന്നൊക്കെ ഭയങ്കര സങ്കടത്തിലാണ് ഇപ്പോൾ ബോസ് പോണത്. അപ്പം നമ്മൾ സങ്കടപ്പെടും വേണ്ട, എക്സാമിന് പോയല്ലേ, പോയി അടിച്ച് പൊളിച്ച് പോകാനൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എന്താ വെച്ചാൽ ഞാൻ ട്രിപ്പ് പോയ സമയത്തൊക്കെ ഓൾ ഇവിടെ എൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. അതായത് പിന്നെ ഞാൻ പോയ സമയത്തൊക്കെ ഇപ്പം എൻ്റെ ഇമ്മ ഒറ്റക്കാണല്ലോ. അപ്പം ഓള് ഇവിടെ മുന്നേ ഞാൻ തുണക്ക് നിന്നോളെ അറിഞ്ഞാണ്ട് ഓള് ഇവിടെ എൻ്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ ട്രിപ്പ് പോയ സമയത്ത് ഫുള്ള്. അപ്പം ഇമ്മും ഓളും ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ പോന്നപ്പോഴൊക്കെ രണ്ടാളും ഭയങ്കര സങ്കടത്തിൽ. അപ്പോൾ കാണുമ്പോൾ നമുക്കൊരു ഇടങ്ങാറുണ്ടല്ലോ, നമ്മൾ മനുഷ്യന്മാർ തന്നെയല്ലേ. അപ്പോൾ പിന്നെ ഓല് തമ്മിലാണ് ഭയങ്കര, അതായത് വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടായതിനെക്കാട്ടിലും ഇമ്മുവിനാണ് ഓക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഓല് തമ്മില്ലാവരിത് ഭയങ്കര ഇതാണ്. അപ്പോൾ ഒക്കെ നമുക്കൊരു ഇടങ്ങാറാണ്. അപ്പം അങ്ങനെയുള്ള എക്സാമിന് പോയതാണ്. പിന്നെ എനിക്കൊരു 100 കൂട്ടം അഡ്വൈസുകൾ തന്നിട്ടാണ് വയ്ക്കുന്നത്. റൂം അത് കാട്ടരുത് ഇത് കാട്ടരുത്. ഇവളെങ്ങനെ വെച്ചാൽ അവർ ഭയങ്കര ഓവർ വൃത്തിയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കുടുങ്ങിക്കണ്. അപ്പോൾ ഓളമ്മന്നെ ഉണ്ട് ഇന്നലെ ചെന്നപ്പോൾ പറയണം ഓളൊരു സാധനം ഓള് LKG മുതൽ പഠിച്ചപ്പോൾ അല്ലേ ഫുൾ സാധനം ഓളെ പെരിയിലുണ്ട് എന്ന് പറഞ്ഞത്. മറ്റേലെ ബാക്കി മക്കളത്തൊന്നുമില്ല, ചെബളത്തെ എല്ലാം ഉണ്ടാവും. അതിന് ആരും തൊടാനും വെക്കൂല, അതിൻ്റെ അടുത്ത് കൂടെ ആരും പോകാനും വെക്കൂല. അപ്പോൾ അതേപോലെ ഞാൻ പറഞ്ഞു കറക്റ്റാണ് നിങ്ങൾ പറഞ്ഞത്, എനിക്കും അതേപോലെ തന്നെയാണ്. ഒരു സാധനം വെച്ചാൽ പിന്നെ അടുത്ത് കൂടെ മനസ്സിന് പോകാൻ പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെ. പിന്നെ എന്താ വെച്ചാൽ നമ്മളെ ജീവിതത്തിലൊക്കെ ഒരു അടുക്കും ചിട്ടയൊക്കെ എൻ്റെ ജീവിതത്തിൽ, അതായത് ഞാനൊന്നും ഒരു അടുക്കും ചിട്ടില്ലാത്തൊരു മനുഷ്യനാണ്. കുറേ കാര്യങ്ങൾ ഓള് വന്നതിന് ശേഷം ഒക്കെ കറക്റ്റ് പോകുന്നുണ്ട്, ലെവലായിങ്ങാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളാ ഒരു കൂടെ ഉള്ള ഒരാളെ ഒരു ഇതാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പോണത്. പിന്നെ ഇത് നമ്മളെ കൂടെ ഉള്ള ഒരാൾ അല്ലേ, നമ്മളെ ഒരു ലൈഫ് പാർട്ട്ണർ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. അത് തിരിച്ചു മറിച്ചൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഓള് വന്നതിന് ശേഷം ആണ് ഭയങ്കര ഇത്. പിന്നെ എന്താ അതായത് നമ്മളെല്ലാ കാര്യത്തിലും ഒരു കൺട്രോള് അതായത് ഓള് ചെയ്യും. അതേമാതിരി ഓള് നല്ല എല്ലാ ഭാര്യമാരും അങ്ങനെ ചെയ്യും. അപ്പോൾ എന്താ വെച്ചാൽ അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും അതിനൊരു സജഷൻ അല്ലേ, അതായത് നമ്മളൊരു അഭിപ്രായം ചോദിച്ചാലൊക്കെ അതിനൊരു തിരിച്ച് ഓളെ കൊണ്ട് കഴിഞ്ഞ രൂപത്തിലൊക്കെ പിന്നെ ഓരോ കാര്യങ്ങളിലും നല്ല സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, എനിക്കും ഭയങ്കര സങ്കടമായി ഓള് പോയപ്പം.
കാരണം ഇപ്പോഴാണ് നമുക്ക് ആ ഒരു ഇത്രയും ദിവസം ഓള് പറഞ്ഞാൽ ഓളവിടെ നിർത്തി ഞാൻ പോവുകയിനി ഇപ്പം ഇന്നെ അവിടെ നിർത്തിയാണ്ട് ഓള് പോയി. അപ്പോൾ ഭയങ്കര ഇടങ്ങേറ്. അപ്പം ഞാൻ പോകുമ്പോൾ നോക്കും ഇതേ ഇടങ്ങേറ് ആണ് ഉണ്ടാവുക. ഫുള്ള് സപ്പോർട്ടായിട്ട് നമ്മളെല്ലാത്തിനും ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു പോകുക അറിയുമ്പോൾ നമുക്കൊരു ഇടങ്ങാറാണല്ലോ. എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ കൂടെ ഉണ്ടായിങ്ങാണ്ട് പോകുക അറിയുമ്പോൾ നമുക്കൊരു ഇടങ്ങാറാണല്ലോ. അപ്പോൾ ആ ഒരു ഇടങ്ങേറ് എനിക്കും ഉണ്ട്. ഏതായാലും 10 ദിവസത്തെ കാര്യമുള്ളൂ, പെട്ടെന്ന് പോയി തരട്ടെ. 3 പരീക്ഷ എത്ര പറഞ്ഞ്, അപ്പോൾ അതൊക്കെ എഴുതാൻ വേണ്ടി പോയതാണ്. അപ്പോൾ പരീക്ഷയൊക്കെ ഉഷാറാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കട്ടോ. അപ്പോൾ ഈ ഓവർ പാവായതുകൊണ്ടാണ് കുടുങ്ങണത്. പിന്നെ അവളോട് പറയലുണ്ട് കുറച്ചൊന്ന് ബോൾഡ് ആവണം അല്ലേ, അപ്പോഴല്ലേ നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്ന് ഇതാവുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഒറ്റക്ക് കൈ രീതിയിലൊക്കെ പോകുമ്പോഴൊക്കെ ഒരു ഇതുവാണെങ്കിൽ കുറച്ചൊന്ന് ബോൾഡ് ആവണം. അങ്ങനെ ഓവർ അമ്പിളിഞ്ഞോട് അസർ പറഞ്ഞാൽ ഇങ്ങനെ ഓവർ പാവരുത്. ഓവർ പാവായ പ്രശ്നമാണ്. അപ്പോൾ നമ്മളെ കാര്യത്തിനൊക്കെ അല്ലേ, ഇപ്പോൾ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പോടാ അവിടെ നേരാനൊക്കെ ആ ഒരു ഗഡ്സ് വേണം. എല്ലാ പെൺകുട്ടിയൊക്കെ വേണട്ടോ. അപ്പോൾ ശരിയാവും, കുറേ റെഡി ആയിട്ടോ ബോസ്. എന്നാലും അതെന്താ വെച്ചാൽ ഒക്കെ ഇങ്ങനെ എപ്പോഴും നമ്മളിങ്ങനെ ഒപ്പം വേണം. ആ ഒരു അത് മാത്രം മതി. അത് ഭയങ്കര ഒരു സന്തോഷം, ഭയങ്കര ഒരു തൃപ്തിയാണ്. അത് നമ്മളാ ഒരു ടൈം ഓളെ കൂടെ ഉണ്ടാകുന്ന ടൈം പറഞ്ഞാൽ അത് മതി. നോക്ക്, വേറെ ഒന്നും വേണ്ട. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഓവർ ആഗ്രഹങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ആളാട്ടോ. നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താലും അതിൽ ഹാപ്പിയാണ്. അങ്ങനെ പിന്നെ എന്താ പറയുക, എല്ലാം കൊണ്ടും ഞാൻ പടച്ചവനോട് അൽഹംദുലില്ലാ പറയുന്നു ഇതുവരെ. അപ്പോൾ എന്താ വെച്ചാൽ ഇതില്ല നമുക്ക് എന്താ വെച്ചാൽ ഇതിപ്പോൾ എല്ലാവരും പറയലുണ്ട് നിങ്ങളൊക്കെ ജീവിതം തുടങ്ങിയിട്ടുള്ളൂ, പിന്നെ അപ്പോൾ ഉഷാറായിട്ട് പോകണം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞില്ലേ നമ്മൾ തുടക്കമാണ്. ഇപ്പം വലിയ എക്സ്പീരിയൻസ്ഡായിട്ടുള്ള കുറേ ആൾക്കാർ ഇതിൽ പല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരലുണ്ട്. പിന്നെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞാണ്ട് ഓരോന്ന് അല്ലേ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ നമ്മളെല്ലാം കേൾക്കലും സ്വീകരിക്കലൊക്കെ ഉണ്ട് കേട്ടോ, നിങ്ങളൊക്കെ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ. അപ്പോൾ ഏതായാലും മരിച്ചണ വരെ അങ്ങനെ ഉഷാറായിട്ട് കുഴപ്പമൊന്നുമില്ലാതെ എല്ലാവരും നല്ല സന്തോഷത്തിൽ ജീവിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ പോകാൻ എല്ലാവർക്കും പറ്റട്ടെ. അപ്പോൾ നമ്മൾ വ്ളോഗ് എൻഡ് ചെയ്യാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഉഷാറാൻ വേണ്ടിയാണ് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കട്ടോ. ബൈ.